നാടൻ പഴം അല്ലേ? ആ, ഈ പറമ്പിലുണ്ടായതാ. നല്ല മധുരം. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്കത്തെ ഊണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാ എനിക്കറിയാതെ വിട്ടത്. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങൾ കവിതാവാസനയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി പറയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമന്റ്, കമ്പി, പണിക്കാര്, ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. അല്ല, കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയ അപ്പൊ മനസ്സിൽ കവിത തെളിയും. ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞ് വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞതാ. കവിത കവിത. പാലക്കാട്ടൊരു കവി സമ്മേളനം. പേര് കേട്ട കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ കൂടെ എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പ് സാറ് വന്നതിന് ഒരൊറ്റ കെട്ടിപ്പിടുത്തം. എന്നിട്ട് നമ്മുടെ ONV കുറുപ്പ് സാറേ, എന്നിട്ട് അദ്ദേഹം മൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചൂനിശ്ശേരി പറയുമ്പോ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം. ചേട്ടനെന്ന് പതിവിലും നേരത്തെ പോയല്ലേ? ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലികളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന് അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറുടെ വീട്ടിലിരിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ പെണ്ണ് കേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അല്ല, അവരത് അറിയാൻ വേണ്ട. നീ പുറത്തുള്ള മുറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി. കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ കിടത്തക്ക താത്തി താ കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താ. നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ. പപ്പടം കാച്ച നോക്കിയപ്പോഴാ കണ്ടത്. ഒരു തുള്ളി പോലും ഇല്ല. ചേട്ടനും നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇനിയിപ്പൊ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്തിരി വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? ബുദ്ധിമുട്ടായി അല്ലേ? കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ അമ്മാവാ, ടെറിബിൾ. പണി തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടന് ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ, നൈറ്റ് വർക്ക് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമന്റ് മിക്സ് ചെയ്യലും ഒക്കെ? അയ്യ, ആ വർക്കല്ല, സർഗസൃഷ്ടി. മനസ്സിലൊരു കവിതയുടെ തീപ്പൊരി വീണിട്ട് കുറച്ചു ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്ത് എണീറ്റ് വായിച്ചു നോക്കിയപ്പോ
എഴുതിയ ഞാൻ പോലും കോരിത്തിരിച്ചു പോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം അയ്യോ അരി വെന്ത് ചീഞ്ഞു കാണും. കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാരയല്ലോ ഭഗവാനെ. ഒരു ഒന്ന് രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ചത്താവും. കരാള ഹൃത്തിലൊരു അഭിശപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും. തുടക്കത്തിൽ തന്നെ അന്ത്യവിഹ്വലതകൾ വേണ്ട. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ അങ്ങനെ വഴിക്ക് വരട്ടെ. ആ കുളി ഇന്ന് പുറത്താക്കിയോ? ആ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സൈറ്റിൽ വർക്കില്ല. ആ. ബാലുവ പറഞ്ഞ ഇവിടെ അടുത്തൊരു കുളമുണ്ടെന്ന്. ആ നാട്ടുമ്പുറാകുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നീന്തി കുളിച്ചാൽ കിട്ടുന്ന സുഖമൊന്നും വേറെ തന്നെയാ. കൃഷിപ്പണിയുണ്ടോ? ആ അല്പം സ്വല്പം. മനസ്സിന് ശരീരത്തിന് നല്ലതാ. മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്ത കേൾക്കണ്ട, ശത്രുക്കളുടെ അസൂയാലുക്കളുടെ മുഖം കാണണ്ട. ഞാനും കൃഷി കുറച്ച് പരീക്ഷിച്ചിരുന്നു പണ്ട് കുറച്ചു കാലം. ഞങ്ങളെ നാട്ടിൽ പക്ഷെ പണിക്ക് ആളെ കിട്ടൂല. അതങ്ങനെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി മതിയല്ലോ. ഇവിടെ ചില്ലറ പണിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യും. ചിലപ്പോ മക്കളും കൂടും. ഇന്ന് കുറച്ച് വളം ഇടുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ആത്മാനുരാഗത്തിരശീല ഒരു കവിതയാണേട്ടാ, ഒരു വീക്കിലി നീട്ടിയതാ. അപ്പൊ ഒരു രസത്തിന്. കവിത വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? അരയ്ക്കും ഞാൻ വരും ഞാൻ. നിന്റെ പോട്ട്. നല്ല നീറ്റുണ്ടോ. സാരമില്ല, കണ്ണടച്ച് കുറച്ചേരം ഇരുന്നാ മതി, മാറിക്കോളും. ആ കയമള എന്താ പറഞ്ഞിട്ട് പോയത്? ജാതകം ശരിയായിട്ടുണ്ടത്രേ. നീ അവരാലോചിക്കട്ടെ, നമുക്കൊന്ന് അന്വേഷിക്കാം. പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ പുറമക്കാരനല്ലേ, അധ്വാനിച്ച നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയത് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരേട്ടാ ഞങ്ങള്. അവളുണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും നടക്കും ഇവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. ഇങ്ങനെ വാലും മുമ്പില്ലാതെ സംസാരിച്ചാൽ അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷമൊന്നും എന്റെ ഇല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? അതിനെന്താ? കല്യാണം കഴിക്കാത്ത രണ്ട് അലവലാദികൾ അവിടെ താമസിച്ച നാട്ടുകാരെന്ത് പറയും? അതെനിക്കെങ്ങനെ അറിയാം? അതാ പറഞ്ഞ ശേഖരേട്ടന് ഒന്നും അറിയില്ല എന്ന്. ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ചാ എന്താ ഉണ്ടാവുക? കത്തും. अच्छा, मुंबई में हमारे गांव के पास सब लोग आजबाज में रहते हैं ना, ആ उधर लोग ऐसे गलत नहीं समझते? वो मुंबई है बेटी, ये दौड़ी गए है उधर, सुना भी नहीं होगा. മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. അരവിന്ദൻ എന്ത് വിഷമായിരുന്നോ? അവരെ എന്നോട് പറഞ്ഞ അച്ഛൻ ശേഖരൻ മാമോട് ചെന്ന് പറ, അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് കെട്ടിയിട്ടിക്കാൻ. അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ. അരവിന്ദേട്ടനെ പോലെയല്ല, നല്ല അന്തസ്സുള്ളവരാ. ഹലോ ഹലോ ഹലോ. അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി. ഞാൻ എവിടെ പോയി നെയ്യ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നെന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം. എന്നെ കൊന്നാ ഞാൻ പറയോ? നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ? ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായാലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്ക് ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചോണ്ട് പോയി. കാമുകരെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ? പുറത്തിറങ്ങാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ എന്റെ മാല കൊണ്ടുപോയേ, അയ്യോ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയേ. അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് വന്നാൽ മതി. നിൽക്ക് ചേട്ടാ, ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത ബാധി പോകണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ.
നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ ആ കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്ത പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. ആ. എന്റെ ഭർത്താവിനെ തല്ലിക്കൊല്ലല്ലേ. അയ്യോ, കള്ളു കുടിക്കാൻ കാശ് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കലോടെ കാലമാടാ. അയ്യോ അയ്യോ അയ്യോ. എന്റെ അമ്മ! നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞതാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. കറക്റ്റ്. വഴിക്കിടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പി വയ്ക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെ കൊണ്ട് ഞാനിവിടെ വന്നത്. സാർ, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. വർഗീസേ, സാർ, ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ല, ഉം, ഉം. പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. അതെ സാർ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ല് കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓഹോ ഹോ. ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റൽ ചെലവും നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാം സാർ. കേട്ടല്ലോ? ആ. അങ്ങ് മാറിക്ക്. ഓ, ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംപിടി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയസേ, Yes, sir. ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവൻ പോയി കിടക്കുക. അതെ മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. Okay. ഒരു 2 ചാക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ചാക്ക് മതിയാവോ? മതിയോ സാർ? അന്ന് അവരുടെ കാശ് കൂടെ.